Welcome to Hilton Gardening, Trivandrum. My name is Minesh and നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം പഴം പായസമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് പഴം പായസം. പക്ഷേ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ പഴം പായസം. നമുക്കപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ സീഡ്ലെസ് ചെയ്യണം. അതിൻ്റെ ബ്ലാക്ക് കളറുള്ള സീഡ് റിമൂവ് ചെയ്തിട്ട് വേണം അത് പേസ്റ്റ് ചെയ്യാനായിട്ട്. അടുത്തത് ജാഗരി, ശർക്കരപ്പാനിയാണത്. ശർക്കര ബോയിൽ ചെയ്ത് അതിൻ്റെ സിറപ്പ് സ്ട്രെയിൻ ചെയ്തതാണത് ശർക്കരപ്പാനി. നെക്സ്റ്റ് ഐറ്റം കോക്കനട്ട് മിൽക്ക് ആൻഡ് ഡ്രൈ ജിഞ്ചർ പൗഡർ ആൻഡ് കാർഡമം പൗഡർ ആൻഡ് കാഷ്നട്ട്. ഇത് തേങ്ങക്കൊത്ത്, ഗീ ആൻഡ് റൈസിൻസ്. ആദ്യമായി നമ്മൾ കാഷ്നട്ടും കിസ്മിസും കോക്കനട്ടും ഫ്രൈ ചെയ്യണം. ആദ്യം കാഷ്നട്ട് ഫ്രൈ ചെയ്യണം. കാഷ്നട്ട് ജസ്റ്റ് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കിസ്മിസ് ഇടുക. കോക്കനട്ട് ചെറിയ നുറുക്കാക്കിയത് ഗോൾഡൻ ബ്രൗൺ കളറാക്കണം. അതിനുശേഷം അത് മാറ്റി ഒരു ബോളിലേക്ക് ആക്കി വയ്ക്കുക. അടുത്തതായി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബനാന പേസ്റ്റ് നമ്മൾ സോട്ട് ചെയ്യുകയാണ് ഗീയിലെടുത്തിട്ട്. ഇത് 200 ഗ്രാം ബനാനയ്ക്ക് 100 ml ജാഗരി സിറപ്പാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഗീനകത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ബനാന പേസ്റ്റ് ഗീ എടുത്തിട്ട് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. അതിനുശേഷം അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ശർക്കരയും നമ്മുടെ ബനാനയും നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കണം. ഇതിലേക്ക് നമ്മൾ ചൂടുള്ള വെള്ളം കുറച്ച് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായി ഇത് ബോയിൽ ചെയ്യണം. ഇതിപ്പോൾ ഓൾറെഡി നന്നായി കുക്കായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാർഡമം പൗഡറും ഡ്രൈ ജിഞ്ചർ പൗഡറും നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഒരു അല്പം ഓരോ പിഞ്ച് മാത്രം യൂസ് ചെയ്താൽ മതി, കാർഡമം പൗഡറും ഡ്രൈ ജിഞ്ചർ പൗഡറും. ഒരുപാടായി കഴിഞ്ഞാൽ ഫ്ലേവർ ഭയങ്കര ഹാർഡായിടും. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുക. നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഇതിൽ യൂസ് ചെയ്യണം. കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ചൂടായതിന് ശേഷം നമ്മൾ റേഞ്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്, കിസ്മിസ്, കോക്കനട്ട് അത് ഇതിലേക്ക് പകുതി മിക്സ് ചെയ്യുക. അവസാനം ഈ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് സ്വല്പം 2 തുള്ളി നെയ്യ് ആഡ് ചെയ്യുക. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും ഈ പായസത്തിന് വേണ്ടി. റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന പായസം ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബോളിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഇതിലേക്ക് ഗാർണിഷായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരുന്ന പായസം എല്ലാം റെഡിയായി. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പായസം. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വീടുകളിലെല്ലാം ഇപ്പോൾ അതിഥികളാരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലെല്ലാം ഒരു 20 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്, സ്വീറ്റാണ്. നമുക്കപ്പോൾ വീടുകളിലെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഹിൽട്ടൺ ഗാർഡൻ ട്രിവാൻഡ്രം ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് നാടൻ വിഭവങ്ങൾ നമുക്ക് രുചിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഹിൽട്ടൺ ഗാർഡൻ ട്രിവാൻഡ്രത്തിലേക്ക് സ്വാഗതം.